पास के 2 कदम, चौखट के बाहर क्या गए, तेरी कुड़माई के दिन आ गए। हाय बन्नो परदेसिया के देश के, चौबारे तुझको भा गए, तेरी कुड़माई के दिन आ गए। ले रहा सब लाए तेरी माई बाबुल का घर बार है, हो गेंदा गुलाबों से सजी डोली तेरी तैयार है। झूलों के मौसम वो तेरे, हमसे रोके भी रोके ना गए, तेरी कुड़माई के दिन आ गए, नी तेरी कुड़माई के दिन आ गए। बस तुम तक बातें बचकानी, बस तुम तक मेरी नजर दीवानी, बस तुम तक मेरे सुख दुख आते जाते, बस तुम तक तुम तक तुम तक सोनिया, तुम तक तुम तक तुम तक सोनिया। कि रब्बा जानदा, रब्बा जानदा तैनू कितनी मोहब्बत दिल करदा। कि रब्बा जानदा, रब्बा जानदा तैनू कितनी मोहब्बत दिल करदा। हाँ तेरे बाजो जी नहीं लगदा, रोग ये लगा इश्क दा। तेरे ख्यालों में बीते रातें, दिल मेरा मांगे एक ही दुआ, तू सामने हो और करूं मैं बातें,
लम्हा रहे यूं ठहरा हुआ। पहले तो कभी यूं मुझको ना ऐसा कुछ हुआ, दीवानी लहरों को जैसे साहिल मिला। एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा। ओ मेरे सोनिया वे छड़ सारी गलियां में, नाल तेरे तुर चलिया मैं, ले चलूं मुझको दुनिया से तू दूर। चोरी चोरी जद तेनू तक्या मैं, खुद को संभाल न सकिया मैं, चढ़ गया सजना तेरा ये फितूर। रंग जानी रे मर जानी रा, कहनी जो थी कह दे वो बात। लग जानी रे मर जानी रा, कहनी जो थी कह दे वो बात। ओ एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा। ओ एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा। ഇരുവരുടെയും വിവാഹത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുന്നു. നഫീസ പീക്കർ ദമ്പതികളുടെയും അതോടൊപ്പം തന്നെ റിട്ടയർഡ് NIT പ്രൊഫസർ ആയിട്ടുള്ള പി മുഹമ്മദ് ആൻഡ് ആസിയ മുഹമ്മദ് ദമ്പതികളുടെയും ഗ്രാൻഡ് സണും മുജീബ് PK ആൻഡ് സജാന മുജീബ് ദമ്പതികളുടെ മകനുമായിട്ടുള്ള മിറാസ് മുജീബും അതോടൊപ്പം തന്നെ ലേക്ക് അബ്ദുൽ ഖാദർ ആൻഡ് ജമീല ബി ദമ്പതികളുടെയും MP അബ്ദുൽ ഗഫൂർ ആൻഡ് റസിയ ഗഫൂർ ദമ്പതികളുടെയും ഗ്രാൻഡ് ഡോട്ടറും അൻവർ ഹുസൈൻ ആൻഡ് സജീന അൻവർ ദമ്പതികളുടെ മകളുമായ നസ്നീൻ അൻവർ ഇരുവരും തമ്മിലുള്ള വിവാഹത്തിനാണ് നമ്മൾ ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിക്കാഹിന് നേതൃത്വം നൽകുന്നത് കളമശ്ശേരി കുസാറ്റ് മസ്ജിദുൽ ഹുദ ഇമാം ഇബ്രാഹിം മദനിയാണ്. അദ്ദേഹത്തെയും മറ്റു പള്ളി ഭാരവാഹികളെയും ഈ വേദിയിലേക്ക്, ഈ നിക്കാഹിന്റെ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه وسلم. أما بعد، أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم، إن سعيكم لشتى. സ്നേഹാദരവുകൾ നിറഞ്ഞ വധൂവരന്മാരെ, പ്രിയം നിറഞ്ഞ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും കൂട്ടുകാരന്മാരുമായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, നാം ഏവരുടെയും ജീവിതം നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചായിരിക്കണം എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയും അൻവർ ഹുസൈൻ സജീന ദമ്പതികളുടെ മകൾ നസ്നീൻ അൻവറും കോഴിക്കോട് തിക്കോടി പുറക്കാട് സ്വദേശിയായ മിറാസ് മുജീബും തമ്മിലുള്ള നിക്കാഹ് കർമ്മത്തിന് സാക്ഷികളാകുവാനും
വധൂവരന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുവാനും അവരൊരുക്കിയിരിക്കുന്ന സന്തോഷകരമായ വലീമയിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വരൻ വധുവിന് വിവാഹ പാരിതോഷികമായി നൽകുന്നത് 8 പവന്റെ ഒരു സ്വർണ്ണാഭരണമാണ് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അറിവിലേക്കായി തെര്യപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇസ്ലാം ഏതൊരു വിഷയത്തിലും മാനുഷികമായ അച്ചടക്കത്തോടുകൂടി ഐഹികമായ ഈ ലോകത്തും വരാനിരിക്കുന്ന മരണാനന്തര ലോകത്തും വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് പോകണം എന്ന് നിർബന്ധമുള്ള ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെയും മരണാനന്തരം സമൂഹം അവന് നിർവഹിച്ചു കൊടുക്കേണ്ട കർമ്മങ്ങൾ വരെ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള, വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുള്ള നിയമതത്വ സംഹിതകളുള്ള മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ, അതിനേക്കാളേറെ സന്തോഷവും 2 കുടുംബങ്ങൾക്കും ഏറെ സംതൃപ്തിയും നൽകുന്ന ഒരു കർമ്മമാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്ന നിക്കാഹ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പദത്തിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ പരസ്പര കൂടിച്ചേരലിനുള്ള അനുവാദം. പ്രായപൂർത്തിയായ ഒരു വരനോട് അല്ലെങ്കിൽ യുവാക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. അല്ലയോ യുവ സമൂഹമേ, നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ എല്ലാ നിലയിലും അവളെ സംരക്ഷിക്കുവാനുള്ള സാധ്യതകൾ എത്തിച്ചേർന്നാൽ തീർച്ചയായും നിങ്ങൾ ഇണകളായി ജീവിക്കണം, നിങ്ങൾ ഇണയെ തിരഞ്ഞെടുക്കണം എന്നാണ് അവിടെ നിന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് തീർച്ചയായും ഇവിടെ മിറാസ് അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തിയിൽ തനിക്ക് ഒരു പെൺകുട്ടിയെ എല്ലാ നിലയിലും സംരക്ഷിക്കുവാനുള്ള തൻ്റെ കഴിവും പ്രാപ്തിയും പൂർത്തിയായി എന്ന് ബോധ്യപ്പെടുമ്പോൾ ഒരു ഇണയെ തെരഞ്ഞു വരുന്നു. അത് അല്ലാഹുവിൻ്റെ ഖലാഉൽ ഖദറിൽ എവിടെയാണോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, ആ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇണയിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നതാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. പാറി നടക്കുന്ന പക്ഷികളെ പോലെയോ അതല്ലെങ്കിൽ നാൽക്കാലികളെ പോലെയോ യാതൊരു വിധത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ലാത്ത ഒരു കുടുംബജീവിതത്തെക്കുറിച്ചോ ഇണജീവിതത്തെക്കുറിച്ചോ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഖുർആന്റെ പ്രയോഗം വഖലക മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട ഇണയെ അവരവരിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചവനാണ്. അങ്ങനെ ആണും പെണ്ണുമാകുന്ന ഈ വംശ പരമ്പര ഇവിടെ നിലനിൽക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ താല്പര്യം എന്ന് ഖുർആൻ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നസ്നീനിലേക്ക് മിറാഷ് എത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ നമ്മൾ പാലിക്കേണ്ടതും പരസ്പര ബാധ്യതകളായും കടമകളായും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് അവകാശങ്ങളെക്കുറിച്ചും ഒരുപാട് ബാധ്യതകളെക്കുറിച്ചും ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശദമായ പ്രസംഗത്തിലേക്കോ ഒരു വിശദമായ ഖുത്ബയിലേക്കോ പോകേണ്ട സന്ദർഭമല്ല ഇത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അതിൻ്റെ 92-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഇന്ന സഅയക്കും ലശത്ത, പ്രവർത്തനങ്ങൾ വിഭിന്നമാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ ഖുർആൻ അത് പറഞ്ഞു, അല്ലതി തീർച്ചയായും നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് രാപ്പകലുകൾ വ്യത്യാസം പോലെയാണ്. വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ അദ്ദക്കറ വൽ ഉൻസ. രാവും പകലും എത്രത്തോളം അന്തരമുണ്ടോ അതുപോലെ ആണും പെണ്ണുമാകുന്നവർ തമ്മിൽ അന്തരമുണ്ട്. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ആഗ്രഹിക്കുന്നതും അവൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന, വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന പലതും ഒരു പക്ഷേ ആണിനെ അത്ര പ്രാധാന്യമായി കണ്ടുകൊള്ളണമെന്നോ
അവന്റെ ചിന്തയിൽ ഒരു പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി അവന് അനുഭവപ്പെട്ടുകൊള്ളുന്നോ ഇല്ല. പക്ഷേ അത് ആ പെൺകുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു പുരുഷന് അവളോട് ചേർന്ന് നിൽക്കാൻ, അവളുടെ ഇംഗിതത്തിനനുസരിച്ച് അവളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമാകുന്നത്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന, തനിക്ക് ലഭിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംഗതിയെ ഒരു സ്ത്രീക്ക് അഥവാ ഒരു ഇണയ്ക്ക് തൻ്റെ ഭർത്താവിന് വേണ്ടി, തൻ്റെ ഇണയ്ക്ക് വേണ്ടി നൽകാൻ കഴിയുമ്പോഴാണ് കുടുംബജീവിതം അങ്ങേയറ്റം സന്തോഷകരമായി തീരുന്നത്. ഇത് എപ്പോഴും ഓർത്തു വെച്ചാൽ ഖുർആൻ നമ്മളോട് പറഞ്ഞു, അതുകൊണ്ട് ഇന്ന സഅയക്കും ലശത്ത ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. ഓർത്തു വെച്ച് മുന്നോട്ട് പോയാൽ ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചതിലെ ഈ വിഭിന്നതയെ, ഈ പ്രവർത്തനത്തിലെ ഈ വ്യത്യസ്തതയെ ഓർത്തു വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ വളരെ സുഗമമായ, വളരെ ലാളിത്യപൂർണമായ, വളരെ എളുപ്പമുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനെന്തു വേണം? നൽകേണ്ടവർക്ക് നൽകണം. ഇന്ന് മുതൽ നമുക്ക് രണ്ടാമതൊരു മാതാവും രണ്ടാമതൊരു പിതാവും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനങ്ങൾ കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങൾ കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട ആദരവുകൾ കൊടുക്കണം. രണ്ടുപേരും നാസ്നിൻ തീർച്ചയായും തൻ്റെ ഇണയുടെ വാപ്പയും ഉമ്മയും തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനത്ത് കണ്ടിട്ട് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫഅമ്മാ മൻ അഅത, നൽകാൻ നമുക്ക് സാധിക്കണം. സമ്പത്ത് മാത്രമല്ല, സ്നേഹം നൽകേണ്ടടുത്ത് സ്നേഹം നൽകണം, ആദരവ് നൽകേണ്ടടുത്ത് ആദരവ് നൽകണം, അംഗീകാരം നൽകേണ്ടടുത്ത് അംഗീകാരം നൽകണം. നേരെ തിരിച്ചും നമുക്കത് കൊടുക്കാൻ കഴിയണം. നസ്നീൻ്റെ മാതാപിതാക്കളോട് തീർച്ചയായും വരന് ആ സ്നേഹവും ആദരവും ആ ബഹുമാനവും അംഗീകാരവും നൽകാൻ സാധിക്കണം. അപ്പോൾ വത്തഖ, ഇതെല്ലാം ദൈവികമായ വിധിവിലക്കുകളാണ് എന്ന് മനസ്സിലാക്കി സൃഷ്ടാവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി നമ്മൾ മുന്നോട്ട് പോകണം. വസദ്ദഖ ബിൽ ഹുസ്ന, സംശയമുണ്ടോ? ഏറ്റവും നല്ല ഗ്രന്ഥമാകുന്ന ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. എടുത്തു വെച്ച് നിവർത്തി വെച്ച് അതിലെന്തു പറയുന്നു എന്ന് നോക്കി നമ്മൾ അതിനെ സത്യപ്പെടുത്തി അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് ആ കലാമിനനുസരിച്ച് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, ജീവിതം വളരെ എളുപ്പമാകും. ഖുർആന്റെ കൃത്യമായ കാഴ്ചപ്പാടോടെ ഖുർആൻ പറഞ്ഞു, വഅമ്മാ മൻ ബഖില വസ്തഅന. പക്ഷേ പിശുക്ക് കാണിച്ചാൽ, നമ്മൾ ലുബ്ധ് കാണിച്ചാൽ, വസ്തഅന, എനിക്കാരും വേണ്ട എന്ന ഒരു ഇസ്തിഗ്നായിലേക്ക്, ഒരു താൻ പോരുമയിലേക്ക് നമ്മൾ പോയാൽ, വഅമ്മാ മൻ ബഖില വസ്തഅന വകദ്ദബ ബിൽ ഹുസ്ന, ഖുർആൻ പറഞ്ഞ ഏറ്റവും നല്ലതിനെ നമ്മൾ കളവാക്കിക്കൊണ്ടും നമ്മളതിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, ജീവിതം വളരെ ദുഷ്കരമാകും. ഇതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാരോട് പറയാനുള്ളത്. നമ്മൾ നൽകേണ്ടത്, എൻ്റെ ഭർത്താവിന് നൽകേണ്ടത്, എൻ്റെ ഇണയ്ക്ക് നൽകേണ്ടത് പരസ്പരം നൽകുക, കുടുംബത്തിന് നൽകേണ്ടത് അവർക്ക് നൽകുക, ബന്ധുമിത്രാദികൾക്ക് നൽകേണ്ടത് ആ അംഗീകാരവും സ്നേഹവും അവർക്ക് നൽകുക. അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും നല്ല ഒരു മാതൃകയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഇന്ന് മുതൽ നസ്നീനെ സംബന്ധിച്ചിടത്തോളം ഇനി നാളെ ഒരു സുന്നത്തായ നോമ്പ് എനിക്ക് അനുഷ്ഠിക്കണമെങ്കിൽ എൻ്റെ ഇണയുടെ അനുവാദം വേണമെന്നിടത്തേക്കാണ് എൻ്റെ കടപ്പാട് എൻ്റെ ഇണയോട് എനിക്ക് നിർണയിച്ചു വച്ചിരിക്കുന്നത്. ഒരു സുന്നത്തായ ഒരു വ്രതം എനിക്ക് അനുഷ്ഠിക്കണമെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഇബാദത്താണ്, അത് അനുഷ്ഠിക്കണമെങ്കിൽ എൻ്റെ ഇണയുടെ അനുവാദം എനിക്ക് വേണം. അത്രയേറെ കടപ്പാടുണ്ട്, അത്രയേറെ ബാധ്യതയുണ്ട്. അതാണ് ഇസ്ലാം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര കൂടിച്ചേരലിൻ്റെ ബാധ്യതകൾ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലും വർത്തമാന ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് എല്ലാവിധത്തിലുമുള്ള അസ്വാരസ്യങ്ങളും എല്ലാവിധത്തിലുമുള്ള ഛിദ്രതകളും അതിനേക്കാൾ വലിയ ഈ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന, ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന വർത്തമാനകാല ലോകമായി കൊണ്ട് ഇന്നത്തെ വധൂവരന്മാരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ യുവാക്കൾ എന്ന് പറയുന്നവരോ മുന്നോട്ട് പോകുന്നതിൻ്റെ വലിയ ദുരന്തങ്ങളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഒരിക്കലും ഒരു ദുരന്തമാകാനല്ല, ഏറ്റവും നല്ല മാതൃകയാകാനാണ് ഓരോ വിശ്വാസിയോടും നമ്മുടെ പ്രായം ഏതുമാകാം, നമ്മുടെ
നമ്മൾ ജീവിതത്തിന്റെ ഏത് രംഗത്തുമാകാം, നമ്മൾ ജീവിതത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലാകാം, പക്ഷേ നമ്മൾ ഏറ്റവും നല്ല മാതൃകയായിരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യത. ഞാൻ എൻ്റെ റോളിൽ, ഓരോരുത്തരും അവരവരുടെ റോളിൽ ഏറ്റവും നല്ല മാതൃകയായിരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ഏറ്റവും നന്നായി ഈ ഉമ്മത്തിനോടുള്ള ബാധ്യതയും ഈ സമൂഹത്തോടുള്ള ബാധ്യതയും അതിനേക്കാൾ ഉപരി നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നാഥനോടുള്ള ബാധ്യതയും നമുക്ക് നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഉമ്മത്തായി കൊണ്ട് ജീവിച്ചു കാണിച്ചു കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മാതൃകാ ഉമ്മത്താണ് നമ്മളെന്ന കാര്യം മറന്നു പോകരുത്. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോടും പ്രത്യേകിച്ച് ഇന്ന് ഒരു പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വരനോടും വധുവിനോടും ഏറ്റവും നല്ല മാതൃകയായി നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായും തലമുറകൾ നിലനിൽക്കണം എന്നതാണ് വിവാഹത്തിന്റെ ഏറ്റവും വലിയ സംഗതിയായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല കുസുമങ്ങളെ, സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ നല്ല കുസുമങ്ങളെ, നല്ല മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദാമ്പത്യത്തിൽ അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തീർച്ചയായും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അവർക്ക് ആവശ്യം. ബാറകല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമഅ ബൈനകുമാ ഫീ ഖൈറിൻ വ ആഫിയ. പ്രവാചകന്റെ വിവാഹ പ്രാർത്ഥന അത്രയേ ഉള്ളൂ. നമ്മൾ വലിയ വലിയ പ്രാർത്ഥനകളൊന്നുമില്ല. പ്രവാചക തിരുമേനി ഏതൊരാൾക്കും അവരവരുടെ ജീവിതത്തിൽ ഏതൊരമലും ഒരു പുരോഹിതനുമില്ലാതെ, ഒരു പണ്ഡിതനുമില്ലാതെ, ഒരു പൗരോഹിത്യവുമില്ലാതെ നിർവഹിക്കാവുന്ന രൂപത്തിലാണ് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുക. അല്ലാഹുവേ, ഇന്ന് ഈ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാർക്ക് എല്ലാവിധ അനുഗ്രഹവും നീ പ്രദാനം ചെയ്യണമേ. അനുകൂലമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും എല്ലാ നന്മകളിലും എല്ലാ സൗഖ്യങ്ങളിലും ഇഹത്തിലും പരത്തിലും നീ അവരെ ഒരുമിച്ച് കൂട്ടേണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതെല്ലാവരും ഈ നിക്കാഹിനു ശേഷം ആത്മാർത്ഥമായി നിർവഹിക്കുക. സർവശക്തനായ നാഥൻ അവരുടെ ജീവിതത്തിന്റെ അന്ത്യത്തിനു ശേഷം നമ്മൾ വരാനിരിക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന പാരത്രിക ലോക ജീവിതവും സന്തോഷകരമാക്കി തീർക്കുവാനുള്ള സൗഭാഗ്യങ്ങളിലേക്കും അള്ളാഹുവിന്റെ സന്മാർഗങ്ങളിലേക്കും എപ്പോഴും അവർക്ക് വഴി നടന്നു പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ജീവിതത്തിന്റെ സന്തോഷങ്ങളും ഒരുപോലെ ഇസ്ലാമിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള പക്വതയും ക്ഷമയും അതിനനുസൃതമായി കൈകാര്യം ചെയ്തതിന്റെ സംതൃപ്തമായ ഒരു അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ട് കുടുംബങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഇടയിൽ പരസ്പര ബഹുമാനത്തിന്റെയും പരസ്പര ആദരവിന്റെയും എന്നെന്നും സ്നേഹത്തിന്റെയും ആ ഒരു അവസ്ഥകളിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇസ്ലാമിനെ മുറുകെ പിടിക്കുക. ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന മാതൃകകളെ നമ്മുടെ ഓരോ തലങ്ങളിലും നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സർവാധിനാഥനായ തമ്പുരാൻ അതിനെല്ലാമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള, അങ്ങനെയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള, എന്നാൽ അള്ളാഹുവിന്റെ വിധി അവരതിനേക്കാൾ മുമ്പേ അവർ ചെന്നെത്തപ്പെടേണ്ട അള്ളാഹുവിന്റെ ജിവാറിലേക്ക്, അവന്റെ സാമീപ്യത്തിലേക്ക്, അവന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും അല്ലാഹു തആല പൂർണ്ണമായ മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സന്താന തലമുറകൾ എപ്പോഴും അള്ളാഹുവിന്റെ ദീനിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളായി ആ സന്താനങ്ങൾ അല്ലാഹു തആല കൊണ്ടെത്തിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഉന്നതമായ പ്രതിഫലവും സന്തോഷകരമായ സംതൃപ്തമായ ഒരു അവസ്ഥയും ഐഹികമായ ലോകത്തും പാരത്രികമായ ലോകത്തും നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ സന്താനങ്ങളെ കൊണ്ട്, തലമുറകളെ കൊണ്ട് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ ദുആഅനാ വഅമാലനാ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة
വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക് വബിഫളിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. अखियों से हाय मेरी दूर न जाना, दिल से वे हाय मेरे दूर न जाना, के तू ही ज़माना मेरा. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. ബാറകല്ലാഹു ലക്കുമാ وبارك عليكما وجمع الله بينكما في خير وعافية. وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. जिंदगी तेरे नाम, सरगम सरगम तेरी आंखें पास बुलाए, दूर से हाय मरहम मरहम मेरे दिल पे इश्क सजाए, पास बुलाए. तेरे दिल में भी धड़क रही है धड़कने मेरे नाम की. मैंने जिंदगी तेरे नाम की, मैंने जिंदगी तेरे नाम की. हाय तू ही ज़माना मेरा, दुनिया ठिकाना मेरा, तू सुबह हर शाम की. मैंने जिंदगी तेरे नाम की. धड़कन का छुपाना और दिल से जताना, पर तेरा ही फसाना, फिर तुमसे बताना. तुम्हारे नजारे इशारे तुम्हारे, धड़कन का छुपाना और दिल से बताना. सितारे बहारे तुम्हारे ही नाम की. मैंने जिंदगी तेरे नाम की, मैंने जिंदगी तेरे नाम मैंने जिंदगी तेरे नाम की. मन्नत तू तुझको है, तुझसे मांगा मेरी मन्नत तू तुझको है, मौला माना मेरी मन्नत तू तुझको है, तुझसे मांगा मेरी मन्नत तू तुझको है, मौला माना मेरी मन्नत तू, मेरी मन्नत तू. झटक झटक जुल्फों की गुजरिया गुजरिया गुजरिया, झटक झटक जुल्फों की गुजरिया, मारे रे फटकारे, झट झटक मटक नैनों से बिछुरिया, मारे रे छटकारे छटकारे छटकारे. घन 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 घोर घटा मेरा यौवन अंग अंग अंगारा, लपटों से लिपट जाना मेरी हर रंग के रसिया तू है प्यारा. हाँ जल जल तप तप बस आँच नहीं मेरी बूंद बूंद ठंडाई, झर झर भर भर गागर में सागर छलन छन छलन छन. किसी का नहीं किसी का नहीं, ले जाए जाने कहाँ हवाएं हवाएं, ले जाए तुझे कहाँ हवाएं हवाएं. बेगानी है ये बागी हवाएं हवाएं, ले जाए मुझे कहाँ हवाएं हवाएं. ले जाए जाने कहाँ, ना मुझको खबर ना तुझको पता. ओ ओ
ഒരുപാട് സന്തോഷമായിരിക്കും. എന്തായാലും വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്യൂട്ട് കപ്പിൾസ് അവരിങ്ങനെ സ്റ്റേജിൽ നിരത്തിനിൽക്കുമ്പോൾ ഈ വേദിയിൽ വളരെ കുറച്ച് ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇരുവരുടെയും അടുത്ത ബന്ധുമിത്രാദികളെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്ലീസ്. यारा तेरी कहानी में हो जिक्र मेरा, कहीं तेरी खामोशी में हो फिक्र मेरा, रुख तेरा जिधर का हो उधर मेरा, तेरी बाहों तलक ही है ये सफर मेरा। ओ माही 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 ओ माही, मेरी वफा पे हक हुआ तेरा। ओ माही माही वे ओ माही 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 ओ माही, तो मैं कयामत तक हुआ तेरा, तो मैं कयामत तक हुआ तेरा। तेरे नीले नीले नैनों से शबनम पी लूं, तेरे गीले गीले होठों की सरगम पी लूं, है पीने का मौसम। तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है, तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है। तेरे बिन जी नहीं लगता, तेरे बिन जी नहीं सकता, तुझ पे है हारे मैंने वारे दो जहां, कुर्बान मेहरबान के मैं तो कुर्बान, सुन ले जरा तेरा कुर्बान। होश में रहूं क्यों आज मैं, तू मेरी बाहों में सिमटी है, मुझ में समाई है यूं, जिस तरह तू कोई हो नदी, तू मेरे सीने में छुपती है सागर, तुम्हारा मैं हूँ। पी लूं तेरी धीमी धीमी लहरों की छम छम, पी लूं तेरी सांधी सांधी सांसों को हरदम, पी लूं है पीने का मौसम। तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है, तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है।
जाने क्यों कुछ मान जाती है ये। हर लम्हा हर घड़ी हर पहर ही तेरी यादों से तड़पा के मुझको जलाती है ये। पी लूं मैं धीरे धीरे जलने का ये गम, पी लूं इन गोरे गोरे हाथों से हमदम, पी लूं है पीने का मौसम। तेरे संग इश्क तारी है, तेरे संग दिल खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है। तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है। انت معلم وما تسمع اللي يخدعك، انت معلم. هي انت معلم واحنا منك نتعلم، معلم انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. معلم ضرب الإشارة تعرف نبض الحرارة، ضرب الإشارة تعرف نبض الحرارة. انت في الحب عبارة تخلي العقل حيارة، انت عبارة تخلي العقل حيارة. واللي خلاك ما يفهم يجي يوم دابا يندم، واللي خلاك ما يفهم يجي له يوم ويندم. او ما تسمع اللي يخدعك انت معلم، او ما تسمع اللي يخدعك انت معلم. انت معلم واحنا منك نتعلم، والله انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. I want you to all say it with me. تستاهل طيارة لا طيارة شوية عليك، تستاهل طيارة لا طيارة شوية عليك. تطير انت في العالي ما نوصل لك يا غالي، تطير انت في العالي ما نوصل لك يا غالي. او اللي خلاك ما يفهم يجي يوم دابا يندم، اللي خلاك ما يفهم يجي له يوم ويندم. وما تسمع اللي يخدعك انت معلم، لا تسمع اللي يخدعك انت معلم. hey! الله يتعلم. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ.
നീ കണ്ടില്ലേ കല്ലായി കടവത്തെ കാറ്റൊന്നും നിന്നിലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ പട്ടുതൂവാലയും വസനതൈലവും അവൾക്കു നൽകാൻ കരുതി ഞാൻ. കടവത്ത് തോണിയിറങ്ങാം കരിവള കൈ പിടിക്കാം അതു തന്നുലാ കുതിച്ചൂട്ടി കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ जब दीप जले आना जब शाम ढले आना जब दीप जले आना जब शाम ढले आना संकेत मिलन का भूल न जाना मेरा प्यार न बिसराना जब दीप जले आना जब शाम ढले आना पलकन डगर बुहारूंगा तेरी राह निहारूंगा मैं पलकन डगर बुहारूंगा तेरी राह निहारूंगा मेरे प्रीत का काजल तुम अपने नैनों से मले आना जब दीप जले आना जब शाम ढले आना തിരുമധുരവുമാ ലയമാ മധുമാ നിറയെ പൂക്കുന്നിതാ ആസ്വാദന പൂച്ചെണ്ടുകൾ അവയുടെ അനുപമ നൈവേദ്യം നുകരും ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെൻ
നാദ ശലഭങ്ങളേ ഇളയ നില ഒഴുകിരതേ இதயம் வரை நனைகிறதே புல போகும் மேகம் கணக்காடுவே விழா காணுவே வானவே இளைய நில ஒழுகிறதே இதயம் வரை நனைகிறதே புல போகும் மேகம் கணக்காடுவே விழா காணுவே வானவே ஒழுகிறதே இதயம் வரை வருகிறதே வரும் வழியில் பனிமழையில் ஒருவன் நிலா தினம் வரையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும் வரும் வழியில் பனிமழையில் ஒருவன் நிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும் வானவீதியில் चांद जब आए प्यार बरसाए हम पे बरसाए ऐसा कोई साथी हो ऐसा कोई प्रेमी हो प्यास दिल की बुझा जाए इलय नीला अलग तुझ में असर कुछ है कि दिखता नहीं मगर कुछ है अलग तुझ में असर कुछ है कि दिखता नहीं मगर कुछ है फिदा हूँ मैं तो एक नजर बस एक नजर बस एक नजर तक के लगे भी तो ये और किधर अब और किधर दिल संग तेरे लग के सही वो भी लगे मुझको गलत तुझ में अगर कुछ है अलग तुझ में असर कुछ है तुमसे किरण धूप की तुमसे सियाह रात है तुम बिन मैं बिन बात का तुम हो तभी कुछ बात
कहाँ अपनी खबर कुछ है अलग, तुझ में असर कुछ है। तुमसे किरण जागो तो एक बार, जब तेरी आंखों में झांको तो एक बार, छू ले तो एक बार, छेड़े तो एक बार, बालों से मेरे तो खेले तो एक बार, हीरे से उंगली दबाए तो एक बार, पाँव से पाँव लड़ाए तो एक बार, मेरे बगल में तू आ जाए तो एक बार। होती है फीलिंग्स, होती है फीलिंग्स, जरा समझो ना सनम मेरी फीलिंग्स को। होती है फीलिंग्स, होती है फीलिंग्स, जरा समझो ना सनम मेरी फीलिंग्स को। ജീവനല്ലേ തിരികെ വിട്ടാൻ മണ്ണല്ലേ, തിരുത്തി വയ്ക്കാൻ മണ്ണല്ലേ, തിട്ടം കൊണ്ടല്ലേ, ചേട്ടൻ മണ്ണല്ലേ, ചേട്ട ചെയ്യാവന്നല്ലേ, പേട്ട തുള്ളാൻ മണ്ണല്ലേ, വേട്ടയനല്ലേ. na na